ഞാനിപ്പോ രക്ഷപ്പെട്ടത് ഇനി ഞാൻ നിന്നെങ്കിൽ എന്താ എനിക്ക് സംഭവിക്കാന്ന് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് നല്ല ഭയമുണ്ട് ഒരുമിച്ച് ജീവിക്കാൻ. മെഹനുവിന്റെ മുമ്പത്തെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, റിഫ ആയിട്ടുള്ള എന്തെങ്കിലും. റിഫക്ക് ആകെ മേനു പറഞ്ഞ റിഫക്ക് ഒരു അവിഹിതം ഉണ്ടായിരുന്നു പറഞ്ഞു. ഇതുപോലൊക്കെ ഒരു അനുഭവം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവിഹിതം ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് ഞാൻ മേനോടുത്ത് പറഞ്ഞു. കാരണം അത്രക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവണം അവള്. എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റും. 2 കൊല്ലത്തിനുള്ളിൽ ഞാൻ അത്രക്കും മെന്റലി ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ വാക്കല്ലേ കേൾക്കണുള്ളൂ, മരിച്ചാളുടെ വാക്ക് നമ്മൾ കേൾക്കണില്ലല്ലോ. നീ ഇപ്പൊ അനുഭവിച്ചത് നീ അത്രയും മരിച്ച പെൺകുട്ടീനെ പറഞ്ഞില്ലേ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോ ശരിയാണ്, അതിൽ എനിക്കൊന്നും പറയാനില്ല. ഈ മെഹനുവിന്റെ ആ ഒരു ഇത് കൊണ്ടായിരിക്കുമോ അവര്? എനിക്ക് ഡൗട്ടുള്ള എന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ 3 വെച്ചിട്ട് അവൾ അവിഹിതത്തിൽ പിടിച്ചിട്ട് സൂസൈഡ് ചെയ്യാത്ത കുട്ടി ദുബായിൽ വെച്ചിട്ട് ഒരു സംഭവം ഇല്ലാണ്ട് അത് സൂസൈഡ് ചെയ്യണമെങ്കിൽ അതിലെന്തോ എന്താ സഫ ഒളിച്ചോടിയെന്ന് പറഞ്ഞു, എന്താണ് സംഭവം? 2 ദിവസമായില്ലേ ഒളിച്ചോടിയിട്ട്, ഇതാ ഹണിമൂണൊക്കെ കഴിഞ്ഞ് വന്നതാ. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് എന്നെ തല്ലണത് എനിക്ക് ഇഷ്ടമല്ല. എന്ത് വാക്കുകൊണ്ട് എന്ത് പറഞ്ഞാലും ആള് ഉപദ്രവകാരിയാണോ? ആണ്. ഗർഭിണിയായപ്പോ എന്നെ തല്ലിയിട്ടുണ്ട്. കുട്ടി അവിടെ വാക്കറിൽ നടക്കുന്ന സമയത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായുള്ളൂ. ചെറിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ ഇഷ്യൂ. അപ്പൊ മാനു ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ തെറി വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, മാനു കുട്ടിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനത്തെ വിളിക്കല്ലേ, അത്രേ പറഞ്ഞോളൂ. ആ ഒരു ഒച്ചപ്പാടിന്റെ ഇടയ്ക്ക് മാനു തല്ലിയ സമയത്ത് വാക്കറിലിരുന്ന കുട്ടി അലറി. നമുക്ക് ഒറ്റക്കാണി ഓടി രക്ഷപ്പെടാം, പക്ഷെ കൊച്ചിനെ കൊണ്ട് എനിക്ക് പേടിയായി. മാനു അപ്പോത്തിന് വാക്കർ എടുത്തെറിഞ്ഞ് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ്. അപ്പൊ എനിക്ക് ടെൻഷനായി, കൊച്ചിന്റെ മേത്തോണ്ട തീർന്ന്. അപ്പേക്കും മാനു വന്നിട്ട് ഈ ഒരു ഭാഗത്ത് എൻ്റെ ഈ ഒരു സൈഡിലിട്ട് ഈ ആണുങ്ങൾ എങ്ങനെയാണ് ഇടിക്കുക, ആണുങ്ങളുടെ നടക്കൂല മാനുടെ പരിപാടി, ആണുങ്ങൾ എങ്ങനെയാണ് ഇടിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഫുള്ളിട്ട് ഇടിച്ച് നിർത്താണ്ട് ഇങ്ങനെ കുത്തി 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 ഇടിക്കൂലേ, അങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കുട്ടി മീൻസ് അലറൂല സൗണ്ട്, എൻ്റെ സൗണ്ട് ആയിട്ടിട്ട് അവനെ ഒച്ച ഉണ്ടാക്കി. അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത്രയും ഉപദ്രവകാരിയാണോ ഈ മെഹനു എന്ന് പറഞ്ഞ ആള്? സൈക്കോ ആണ് സത്യം പറഞ്ഞെങ്കിൽ. ഇപ്പൊ ചിരിച്ച ആള് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ കരയും, ഇപ്പൊ കരഞ്ഞ ആള് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ ദേഷ്യപ്പെടും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ആർക്കും മനസ്സിലാവാത്ത ക്യാരക്ടർ. 2 വർഷം ജീവിച്ചിട്ടുള്ള എനിക്ക് സത്യം പറഞ്ഞ ക്യാരക്ടർ എനിക്ക് മനസ്സിലായിട്ടില്ല. മെഹനു, സഫ, ലല്ലു, ഫെർമീന ഇതില് മൊത്തത്തില് കുഴഞ്ഞു കിടക്കുന്ന ഒരു പോലെ കണ്ടു. അത് ഫസ്മിനാന്റെ എക്സ് ഹസ്ബൻഡ് ആണ് ഈ ലല്ലു. അതാണ് ഫസ്മിനാക്ക് ഇത്ര ഇത്. എന്നെ മാനു ഫസ്മിനാക്ക് മെസ്സേജ് ചെയ്ത് കോണ്ടാക്ട് ചെയ്തു. ഞാൻ ഫ്ലാറ്റിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഇവിടെ ടിഷ്യൂ എടുക്കുന്നുണ്ട്, അവളുടെ ഇന്നേഴ്സ് കിടക്കുന്നുണ്ട്. സ്വാഭാവികം നമ്മളെ ഡ്രസ്സ് ഇടുമ്പോൾ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. മാനു എന്തൊക്കെയോ റൗണ്ട് ചെയ്ത് കൂട്ടിയിട്ട് ടിഷ്യൂല് മറ്റതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് അയച്ചു കൊടുത്തപ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം എന്താ സംഭവം എനിക്കറിയില്ല. അവനെ മീഡിയക്ക് മുന്നിൽ നാണം കെടുത്താനാണോ എന്ത് നമുക്കറിയില്ല. എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ എന്തും പറഞ്ഞിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ പിരിഞ്ഞത്? ഇപ്പോഴും പിരിഞ്ഞിട്ടില്ല. ഇപ്പൊ എൻ്റെ ഒരു മെസ്സേജ് ഉണ്ട് ലാസ്റ്റ്, കരഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട്, എനിക്ക് നിന്നെ കുട്ടി ഇല്ലാണ്ട് പറ്റുന്നില്ല. അതിന് മുന്നത്തെ ഒരു വോയിസ്, നീ നോക്കിക്കോടി, നിനക്ക് ഞാൻ കാണിച്ചാൽ നിന്റെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് നിന്നെ നാറ്റിക്കും എന്ന് പറഞ്ഞ വോയിസ്. 1-2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന 2 പേരുടെ വാർത്തകളാണ്, സഫ, മെഹനു. അതിൽ സഫയാണ് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത്. സഫ ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. സഫ നമ്മളെ ക്യാമറക്ക് മുമ്പിലുണ്ട്, നമുക്ക് നേരിട്ട് ചോദിക്കാം സഫയുടെ അടുത്ത്. നമസ്കാരം. എന്താ സഫ ഒളിച്ചോടി എന്ന് പറഞ്ഞു, എന്താണ് സംഭവം? 2 ദിവസമായില്ലേ ഒളിച്ചോടിയിട്ട്, ഇതാ ഹണിമൂണൊക്കെ കഴിഞ്ഞ് വന്നതാ. അല്ല, ചില ആൾക്കാർ ഇത് ബ്ലോഗാന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്. റീച്ചിന് വേണ്ടിയിട്ട് കുറെ ബ്ലോഗേഴ്സ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ശരിക്കും എന്താണ്, നിങ്ങൾ ഇപ്പം സെപ്പറേറ്റഡ് ആണോ? സെപ്പറേറ്റഡ് ആണോന്ന് വെച്ചാൽ സെപ്പറേറ്റഡ് ആണ്. മീൻസ് നമ്മള് ലീഗലി ഇതായിട്ടില്ല, നിക്കാഹ് ചെയ്തതല്ലേ. അതിന്റെ ഞാനാണ് മൂവ് ചെയ്യാൻ പോണേ. കാരണം നമുക്ക് മുസ്ലിംസിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം അയച്ചെങ്കിൽ കോർട്ട് വഴി 1 മാസത്തിനുള്ളിൽ മാനാസിന്റെ വീട്ടിലേക്ക് എത്തും, അങ്ങനെ സെപ്പറേറ്റഡ് ആവും. എന്തായാലും ഒരുമിച്ച് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, നിങ്ങൾ തമ്മിൽ എന്താണ് കാരണം? ഫസ്റ്റ് തൊട്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് എന്നെ തല്ലണത് എനിക്ക് ഇഷ്ടമല്ല. എന്ത് വാക്കുകൊണ്ട് എന്ത് പറഞ്ഞാലും ആള് ഉപദ്രവകാരിയാണോ? ആണ്. എനിക്ക് തല്ലണത് എനിക്ക് ഇഷ്ടമല്ല. ഗർഭിണിയായപ്പോ എന്നെ തല്ലിയിട്ടുണ്ട്. പക്ഷെ ഈ അടുത്തുണ്ടായ സംഭവം എന്ന് വെച്ചെങ്കിൽ 2 ആഴ്ച മുന്നേ എൻ്റെ കുട്ടി അവിടെ വാക്കറിൽ നടക്കുന്ന സമയത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായുള്ളൂ. ചെറിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ ഇഷ്യൂ. വാക്കറിൽ നടക്കുന്ന സമയത്ത് മാനുവിൻ്റെ ഒരു ഫ്രണ്ട് ഫോൺ വിളിച്ചപ്പോൾ മാനോട് സംസാരം തെറി ടൈപ്പ്.
അപ്പൊ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മാനു പറയും കുട്ടീനെ നല്ലത് പഠിപ്പിക്കണം, നല്ല വാക്കുകൾ പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരാൾ തെറി പഠിപ്പിച്ച കുട്ടി അത് പഠിക്കൂലേ? കാരണം ഇപ്പൊ 8 മാസം ആകുമ്പോൾ ഇങ്ങനെ ടാറ്റയൊക്കെ പറയുമ്പോൾ ടാറ്റയൊക്കെ ആക്കുന്നുണ്ട്. അപ്പൊ ഇത് പഠിച്ചാൽ നമുക്ക് തന്നെ ആ ഒരു വാക്ക് കൊണ്ട് മോശം ഉണ്ടാവാം. അപ്പൊ മാനു ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ തെറി വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, മാനു കുട്ടിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനത്തെ വിളിക്കല്ലേ, അത്രേ പറഞ്ഞോളൂ. അപ്പോൾ മാനു ഫോണ് ഹോൾഡ് ആക്കിയിട്ട് പറഞ്ഞു, നീ എന്റെ ഫ്രണ്ടിനെ വിളിക്കുമ്പോൾ നീ ആരാ എൻ്റെ അടുത്ത് പറയാൻ? നീ ഫ്രണ്ട്സിനെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും നിന്റെ അടുത്ത് പറയാറുണ്ടോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ ഞാൻ തെറി യൂസ് ആക്കാറില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അപ്പം ചുട്ടോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ഡാഷ് വിളിച്ചിട്ട് പറഞ്ഞ്, മോളെ അപ്പോ ആയോ എന്ന് വെച്ച്, ഒരു തെറി വിളിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കണ്ട, പോയി ഉമ്മാനെ വിളിച്ചാൽ മതി. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിർത്തിയപ്പോഴേക്കും മാനു എൻ്റെ വീട്ടുകാരെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ എൻ്റെ വാപ്ചിനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാപ്പാനെ പറയാൻ നിൽക്കണ്ട, എൻ്റെ വാപ്ചി ഉള്ളതുകൊണ്ട് ഇപ്പം അരി നിന്ന് പോണേന്ന് പറഞ്ഞു. കാരണം വാപ്ചി 2 ലക്ഷം കൊടുത്തിട്ട് വണ്ടി എടുത്തു തന്നിട്ട് ഇപ്പം ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് വാപ്ചി ആ വണ്ടി എടുത്തു തന്നെ, അല്ലെങ്കിൽ വേറൊരു മാർഗ്ഗമില്ല നമുക്ക് ജീവിക്കാൻ. യൂട്യൂബ് കൊണ്ടൊന്നും ജീവിച്ചു പോകുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ വാപ്ചിനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ വാപ്ചിനെ പറയാൻ നിൽക്കണ്ട, വാപ്ചിയാണ് നമുക്ക് അരിക്കുള്ള സംഭവം ഉണ്ടാക്കി തന്നെ. അപ്പോൾ മാനു പറഞ്ഞു എങ്കിൽ നീ ലോൺ അടച്ചോന്ന് പറഞ്ഞു. മന്ത്ലി ഒരു 14,000 ഉണ്ട് വണ്ടീന്റെ ലോൺ. ഇതുപോലെ എന്തെങ്കിലും കശപിശാകുമ്പോൾ ആ ലോണിന്റെ ഡേറ്റ് ആകുമ്പോൾ മാനു എന്റെ തലയിലേക്ക് ഇടും. ഞാൻ എന്നിട്ട് എവിടെ നിന്നെങ്കിലും റോളാക്കിയിട്ടാണ് ഞാൻ ഫണ്ട് ഇടുന്നത്. പ്രമോഷൻ എന്തെങ്കിലും പിടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ലോൺ അടക്കാറ്. ഈ ഒരു സമയപ്പോൾ അങ്ങനെ പറഞ്ഞു നീ ലോൺ എന്താന്ന് വെച്ച് ചെയ്തു. എനിക്ക് വേറെ വഴിയില്ല. ഞാനപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ, എൻ്റെ താക്കോല് വണ്ടിയുടെ താക്കോലാന്ന് പറഞ്ഞു. വണ്ടിയുടെ താക്കോല് വാങ്ങിച്ച് ആ ഒരു ഒച്ചപ്പാടിന്റെ ഇടയ്ക്ക് മാനു തല്ലിയ സമയത്ത് വാക്കറിലിരുന്ന കുട്ടി അലറി. ഇവൻ അലറാൻ തുടങ്ങി എന്റെ സൗണ്ട് കേട്ടിട്ട്. മാനുവിനെ തല്ലുമ്പോൾ സൗണ്ട് കേട്ടൂടാ, നമ്മ മിണ്ടാണ്ടിരിക്കണം. ഞാൻ അങ്ങനെ സൗണ്ട് കേൾക്കും തോറും മാനുവിനെ തല്ലിക്കൊണ്ട് തന്നെ നിന്ന്. പെട്ടെന്ന് കുട്ടി അലറിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം കൊച്ചിനെയും പിടിച്ച് ഒക്കത്ത് വെച്ചിട്ട് ഞാൻ നീങ്ങി നിന്ന്. എനിക്ക് പേടിയായിപ്പോ, കാരണം കുട്ടിയുള്ളതുകൊണ്ട് എന്ത് ചെയ്താലും നമുക്ക് ഒറ്റക്കാണെങ്കിൽ ഓടി രക്ഷപ്പെടാം. പക്ഷെ കൊച്ചിനെ കൊണ്ട് എനിക്ക് പേടിയായി. മേലെ അപ്പോതിനും വാക്കർ എടുത്തെറിഞ്ഞ് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ്. അപ്പൊ എനിക്ക് ടെൻഷനായി, കൊച്ചിന്റെ മേത്തോണ്ട തീർന്ന്. അപ്പേക്കും മാനു വന്നിട്ട് ഈ ഒരു ഭാഗത്ത് എന്റെ ഈ ഒരു സൈഡിലിട്ട് ഈ ആണുങ്ങൾ എങ്ങനെയാണ് ഇടിക്കുക, ആണുങ്ങളുടെ നടക്കൂല മാനുവിന്റെ പരിപാടി, ആണുങ്ങൾ എങ്ങനെയാണ് ഇടിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇടിച്ച് നിർത്താണ്ട് ഇങ്ങനെ കുത്തി ഇടിക്കൂലേ, അങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ കുട്ടി മീൻസ് അലറൂല, എന്റെ സൗണ്ട് ആയിട്ടിട്ട് അവനെ ഒച്ച ഉണ്ടാക്കി. അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആ അലറിയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്ത് മിണ്ടാൻ നിന്നില്ല. ഞാൻ എന്ത് ചെയ്ത് മിണ്ടണ്ട, വേഗം ഇറങ്ങി പോവാന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്ത് വേഗം കുട്ടീൻ്റെ അടുത്ത് റൂമിൽ കയറിയിട്ട് ലോക്ക് അടിച്ചിട്ട് ഞാൻ മാനുവിൻ്റെ ഉമ്മാനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മ ഇങ്ങനെയൊക്കെയാണ് സംഭവം, അങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു നിങ്ങളുടെ പറഞ്ഞതല്ലേ അവനക്ക് ലോൺ അടക്കാൻ പറ്റൂല, എന്തിനിങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ എടുത്ത് കൊടുത്തേന്ന് ഉമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ മാനോടത്ത് ചോദിച്ചിട്ട് തന്നെയാണ് മാനുവിന് വാപ്ചി വണ്ടി എടുത്ത് കൊടുത്തത്. മാനോടത്ത് ചോദിച്ച് ഫണ്ട് അടക്കാൻ പറ്റുമെന്ന് മാനോട് ചോദിച്ചപ്പോൾ മാനു പറഞ്ഞു അടക്കാൻ പറ്റുമെന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ വണ്ടി എടുത്തത്. ഇമ്മാതിരി ചെയ്തപ്പോൾ ഞാൻ ഉമ്മാടുത്ത് കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞു. ഉമ്മ എനിക്കിങ്ങനെ പറ്റൂല, എനിക്ക് കുട്ടീനെ ഇതാകൊണ്ട് പേടിയാണ്, കാരണം കൊച്ചു ചെറുതാ, വല്ല ട്രോമയും കാര്യങ്ങളൊക്കെ ചെറുതിലേ വന്നെങ്കിൽ പോയി, വാപ്പയില്ലെങ്കിൽ അത്രേ ഉള്ളൂ. എനിക്ക് ഒറ്റക്ക് നോക്കാൻ ഞാൻ നോക്കും അവനെ, എന്താണെങ്കിലും ഞാൻ ഒറ്റക്ക് നോക്കും. അങ്ങനെ ആ ഒരു ഇഷ്യൂല് ഞാൻ വീട്ടിലിരുന്ന സമയത്ത് അങ്ങനെ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലൊന്നും പറയാൻ നിന്നില്ല. അപ്പോൾ തന്നെ ഞാൻ ഈ തല്ലിയ പാടൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ച്, കാരണം എപ്പോഴാണ് നമുക്ക് ഇതൊരു ഉപകാരം തന്നെ ആവശ്യം തന്നെ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം തൊട്ട് എൻ്റെ തല്ലിയതൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെക്കാറുണ്ട്. അതിനുശേഷം ഒരു അനിയത്തി ഫ്ലാറ്റിൽ വന്നപ്പോൾ മാനുവിന്റെ ക്യാരക്ടറിൽ കുറച്ച് എന്തൊക്കെയോ പോലെ തോന്നിയപ്പോൾ അവള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വെച്ചാൽ ഞാൻ ഇല്ലടി കുഴപ്പമില്ല. നിങ്ങൾ കല്യാണം കഴിഞ്ഞ മുതൽ ആലുവ തന്നെയാണോ താമസം? അല്ല നമ്മള് ഫസ്റ്റ് വാടക ഉണ്ടായി പടനക്കാട് തന്നെയാ? അല്ല കാസർഗോഡ്. അവിടെ നിങ്ങൾ 3 പേരും മാത്രം താമസം? 2 പേര്. അപ്പൊ മെഹനുവിന്റെ ഫാമിലി കൂടെ ഇല്ല? ഇല്ല. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി മാനു ഇട്ടത്. അത് കാദർ കരിപ്പൊടി എല്ലാരും വീഡിയോ ചെയ്തതാ. ആ സമയത്ത് ഞങ്ങൾ പിന്നെ ഒന്നിച്ചതിന് ശേഷം ഞാനും കൂടി വന്ന് മീഡിയക്ക് മുന്നിൽ വന്നിട്ടാ നോണ പറഞ്ഞത് നമ്മ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന്. അവൻ പറഞ്ഞിട്ട് വന്നതാണോ? കാരണം വീട്ടിൽ വന്നിട്ട് മാനു സംസാരിച്ചിറങ്ങി പോയിട്ട് പറയാ ഞാൻ മരിക്കും, ഞാൻ ഇന്നത് കഴിക്കും, ഞാൻ ട്രെയിനിൽ മുന്നിൽ നിൽക്കും, എന്നിട്ട് നിന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ പറയും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പോയത്. ആവശ്യം പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തോട്ടെ, നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. എന്നിട്ട് മാനുവിന്റെ അനിയൻ വിളിച്ച് എടി അവൻ ഇന്ന വിഷം കഴിക്കണം, ഇന്ന സാധനം കഴിക്കണം എന്നാ പറയുന്നത്. ഇതൊക്കെ പറയുന്നത് മെഹനുവിന്റെ വാപ്പയാണോ അല്ലെങ്കിൽ മെഹനുവിന്റെ അനിയനാണ് വിളിച്ചു പറഞ്ഞത്. എന്റെ വാപ്ചി അവൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഇമാതിരി ഭീഷണിപ്പെടുത്തി പോയിക്കാൻ നമുക്ക് വേറെ വഴിയില്ല. വാപ്ചി തന്നെ പറഞ്ഞ ഇപ്പൊ പോലും ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും വാപ്ചിയടുത്തും ഉമ്മിച്ചടുത്തും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നീ കേസായിട്ട് മുന്നോട്ട് പോകും, ഇനി അവൻ എന്ത് കരഞ്ഞ് അഭിനയിച്ച് വന്നാലും സഹതാപം കാണിക്കണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേക്കണേ.
ഞാൻ അതുകൊണ്ട് കേസായിട്ട് ഇപ്പോഴും ഇത്ര സെപ്പറേറ്റ് ആകാൻ മാത്രമുള്ള പ്രശ്നം ഒരു അടിയിലാണോ അല്ലെങ്കിൽ ഒരു കൊച്ചിനെ എന്റെ കൊച്ചിന്റെ മുന്നിൽ നിന്ന് എന്നെ തല്ലിയപ്പോ എന്റെ കുട്ടി അലർച്ച എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് ഇനിയും മാനു തുടരും, ഇനിയും തുടരും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എന്നിട്ട് അനിയത്തി വന്ന് പറഞ്ഞില്ലേ, അനിയത്തി വന്ന് അവൾക്ക് എന്തൊരു ഡൗട്ട് തോന്നി, അവള് പോയതിനു ശേഷം വണ്ടി ക്ലീൻ ചെയ്യണമായിരുന്നു. കാരണം ഞാൻ ഊബർ ടാക്സി ഡ്രൈവർ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ഇത് സംഭവം ഇടുമല്ലോ, ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടെങ്കിൽ നമുക്ക് ഡ്രൈവേഴ്സിന് കിട്ടും. അങ്ങനെ ഞാൻ ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു, എനിക്ക് ഊബർ ഡ്രൈവറിന് ആവശ്യമുണ്ട് എറണാകുളം, അങ്ങനെ പറഞ്ഞ സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ചു നേരം കിട്ടിയപ്പോൾ വണ്ടി ക്ലീൻ ചെയ്യണം, കാരണം വണ്ടി ഫുള്ള് മോശമായിട്ടുള്ളത്, കാരണം സർവീസിനും ഉണ്ടാവാനായിട്ട് ആരും എനിക്ക് വണ്ടി ഓടിക്കാനും അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വണ്ടിയുടെ കീ മാനോടത്ത് ചോദിച്ചു. മാനോ അപ്പോതിനും അതിന് മുന്നത്തെ ദിവസം ഫുഡ് കഴിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയുടെ കീ വാങ്ങിച്ചപ്പോൾ ഞാൻ കൊടുത്തു. ഞാൻ ഒരു പ്രശ്നമില്ലാണ്ട് വണ്ടി കൊടുത്തു. ഈ ഒരു തല്ലിയതിന് ശേഷം ഞാൻ കൊടുത്തു, വണ്ടി പൊക്കോട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം വണ്ടി ക്ലീൻ ആക്കാൻ വേണ്ടി പോകാൻ നേരത്തെ ഞാൻ വണ്ടിയുടെ കീ ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല. അപ്പൊ ഞാൻ വണ്ടിയുടെ കീ അവിടെ കണ്ടു, ഞാൻ കയ്യിലെടുത്ത് പിടിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് മാനു വന്നിട്ട് വീടിന്റെ വാതിൽ അടച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു, നീ അങ്ങനെ പുറത്തു പോകും, നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ റൂഡാവാനോ ഒന്നും ചീത്തറാൻ നിന്നില്ല. ഞാൻ സൈലന്റ് ആയിട്ട് പോയിട്ട് റൂമിൽ ഇരുന്നിട്ട്, കാരണം നമ്മൾ ചിന്തിച്ച് ചെയ്യണമല്ല. എനിക്ക് കുട്ടികളുകൊണ്ടാണ് ഞാൻ ഇത്രയും ചിന്തിച്ചെല്ലാം ചെയ്യണത്. ഞാൻ റൂമിൽ പോയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അടുത്ത് തന്നെ, ഞാൻ അവളുടെ അടുത്ത് റെഡി ഒന്ന് വരോ, ഒന്ന് വാതിൽ മുട്ടിയാൽ മതി, ജസ്റ്റ് ഒരു കാര്യത്തിനാണ്. അവള് വന്ന് വാതിൽ മുട്ടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്നും അറിയാത്ത പോലെ ബക്കറ്റും വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടിയൊക്കെ കഴുകി. അപ്പോൾ അവൾ വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് മാനു എന്നെ വിളിക്കുന്നുണ്ട്, നീ എവിടെ, കാണില്ലാലോ എനിക്ക് വിശക്കാണ്, ഫുഡ് ഉണ്ടാക്കിത്താ, ഞാൻ പൈസ ഇട്ടരാ, നീ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഞാൻ ഫുഡ് വരെ ഉണ്ടാക്കി കൊടുത്ത്. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഈ ഒരു സംഭവം പറഞ്ഞിട്ടൊരു അവള് പറയാ, നീ ഇത്ര തല്ലുകൊണ്ടിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, നിന്നെ സമ്മതിക്കണം സഫ എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ പറഞ്ഞത്. എന്നിട്ട് പിന്നെ എനിക്ക് അന്നത്തെ ദിവസം അവിടെ നിൽക്കാൻ പേടിയായിരുന്നു. ഞാൻ അപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. ഈ വന്ന ഫ്രണ്ടില്ലേ അവളുടെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ടായത്. അതിനുശേഷം ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം ഞാൻ വരുമ്പോൾ ഫ്ലാറ്റിൽ ആളില്ല, മാനുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടായി ബാംഗ്ലൂർ പോകുന്നു. ഞാൻ പറഞ്ഞു പോയിക്കോ, അല്ലാത്ത പ്രശ്നങ്ങളിൽ ബാംഗ്ലൂർ പോകുമ്പോൾ പറയുമ്പോൾ ഞാൻ പറയും പോലെ മാനു പോലെ, എന്നെ ഇട്ടിട്ട് പോലെ എന്ന് ഞാൻ കാലൊടിച്ച് പറയുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എന്തോ ആയിപ്പോയി. കുട്ടീനെ കയ്യിൽ വെച്ചിട്ട്, ഒരു കുട്ടീനെ സ്നേഹം ഉണ്ടെങ്കിൽ ആ വാപ്പ ഒരിക്കലും എന്നെ തല്ലൂല. അവൻ അലറുന്നുണ്ടെങ്കിൽ നിർത്തും, ആ വാപ്പ അവിടെ തല്ല് നിർത്തും. ഇത് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എന്നിട്ട് ഞാൻ വരുമ്പോ മാനൂടി ഇല്ല. പിന്നെ അതിന് ശേഷം ഞാൻ അറിയുന്നത് ഞാൻ ഇറക്കി വിട്ടുന്നു. മാനുവിനെ ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞിട്ട് പെങ്ങള് വിളിക്കണ്, നീ ഇറക്കി വിട്ടെന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. ആലുവ ഫ്ലാറ്റിൽ ആലുവയില് നമ്മ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിട്ടു. കാസർഗോഡ് ഇങ്ങോട്ട് വന്നിട്ട് കുറെ നാളായോ? അതാ ഞാൻ പറഞ്ഞ, എനിക്ക് 7 മാസമായില്ലേ, പ്രഗ്നന്റ് ആയിട്ട് 7 മാസമായപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്ന് ഡെലിവറി കഴിഞ്ഞ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഫ്ലാറ്റിലേക്ക് മാറിയത്. 90 കഴിഞ്ഞിട്ട് ഫ്ലാറ്റിലേക്ക് മാറിയത്. ശരിക്കും മെഹനുവിന് എന്താ ജോലി? എന്താണ് ജോലി? ഇപ്പൊ ഉണ്ടായ ജോലി എന്റെ വണ്ടി ഊബർ ഓടിക്കല്, ഡ്രൈവറായിട്ട് തന്നെ. നിങ്ങൾ എങ്ങനെ ആദ്യം കണ്ടത് എങ്ങനെയാ, പരിചയപ്പെടുന്നത് ആലുവയില് വെച്ച്? എങ്ങനെയാണിത്? ഇപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ ഈ ഏപ്രിലിൽ 2 വർഷം ആവണം മാരേജ് കഴിഞ്ഞിട്ട്. മെഹനുവിന്റെ മുമ്പത്തെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അതൊക്കെ അറിഞ്ഞിട്ടല്ലേ കല്യാണം കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുമ്പ്? മെഹനു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റിഫ ആയിട്ടുള്ള എന്തെങ്കിലും? അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അവൾക്ക് വേറെ റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് നമ്മൾ ഒരാളുടെ വാക്കല്ലേ കേൾക്കണുള്ളൂ, മരിച്ചാളുടെ വാക്ക് നമുക്ക് സത്യം പറഞ്ഞ തോന്നുന്നെങ്കിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. മരിച്ച ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞതില് ഇപ്പൊ എല്ലാരും എന്നെ ചൂഷണം ചെയ്യുന്നത് അതന്നെ. നീ ഇപ്പൊ അനുഭവിച്ചത്, നീ അത്രയും മരിച്ച പെൺകുട്ടീനെ പറഞ്ഞില്ലേ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോ ശരിയാണ്, അതിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം മാനോടെ സൈഡ് മാത്രം കേട്ടിട്ട് അവളെ കുറ്റം പറഞ്ഞ ഒരാളാണ് ഞാൻ. അത്രയും ഉപദ്രവകാരിയാണോ ഈ മെഹനു എന്ന് പറഞ്ഞ ആള്? സൈക്കോ ആണ് സത്യം പറഞ്ഞെങ്കിൽ. മെഹനു ഇപ്പൊ ചിരിച്ച ആള് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോ കരയും, ഇപ്പൊ കരഞ്ഞ ആള് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോ ദേഷ്യപ്പെടും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ആർക്കും മനസ്സിലാവാത്ത ക്യാരക്ടർ. 2 വർഷം ജീവിച്ചിട്ടുള്ള എനിക്ക് സത്യം പറയുന്ന ക്യാരക്ടർ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തും പറഞ്ഞിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ പിരിഞ്ഞത്? ഇപ്പോഴും പിരിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ ഒരു മെസ്സേജ് ഉണ്ട് ലാസ്റ്റ്, കരഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട്, എനിക്ക് നിന്നെ കുട്ടി ഇല്ലാണ്ട് പറ്റുന്നില്ല. അതിന് മുന്നത്തെ ഒരു വോയിസ്, നീ നോക്കിക്കോടി, നിനക്ക് ഞാൻ കാണിച്ചാൽ നിന്റെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് നിന്നെ നാറ്റിക്കും എന്ന് പറഞ്ഞ വോയിസ്. പഴയ കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ? പഴയ ബോയ് ഫ്രണ്ട് ഒക്കെ നമുക്ക് ഉണ്ടാവില്ലേ ഇപ്പൊ. അപ്പൊ ആ ഒരു വീഡിയോ പറഞ്ഞ ലീക്കാണ്, ഒരു വീഡിയോ ലീക്ക് ഉണ്ട് ഇപ്പൊ. അപ്പൊ അവിടുന്ന് ആ ചെക്കന്റെ ഗേൾ ഫ്രണ്ട് ഒക്കെ എന്നെ വിളിച്ചിട്ട് പറയാ, നമ്മുടെ നിക്കാഹ് ആവാനായി, ഈ വീഡിയോ ഒക്കെ കാണുമ്പോ നാണക്കേട്, അവര് വേറെ ലൈഫ് തുടങ്ങിയില്ലേ, നമ്മള് വേറെ ലൈഫ്. മാനുവിന് അറിയാവുന്നതാണ് എനിക്ക് ഈ ബോയ് ഫ്രണ്ട് ഉള്ള കാര്യമൊക്കെ മാനുവിന് അറിയുന്നതാണ്, എല്ലാം അറിയാം മാനുവിന്. എന്നിട്ടും മാനു അത് ഇട്ട് കൊടുത്ത്. ഈ ഒരു ഇൻഫ്ലുവൻസർ അല്ല, വീഡിയോസ് ചെയ്യുന്ന ഒരാള്.
ഇപ്പൊ ഇതിന്റെ ചിത്രത്തിൽ ഈ ലല്ലു എന്ന് പറഞ്ഞ ആളെങ്ങനെ എത്തി? ലല്ലു എന്ന് പറഞ്ഞ വ്യക്തി വരാനുള്ള കാരണം എന്റെ ടാക്സി ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഒരാൾക്ക് കൊടുത്തു, ഫസ്റ്റ് ഒരാൾക്ക് കൊടുത്തു. അയാള് കറക്റ്റിന് പേയ്മെന്റ് എനിക്ക് കിട്ടുന്നില്ല. ഒരു 7 ദിവസം കഴിയുമ്പോൾ പറയും പേയ്മെന്റ് ഇട്ടറിന് ആരും പറയുമ്പോൾ ഡിസ്പ്ലേ പൊട്ടിപ്പോയി അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാരണം പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എന്റെ കുറെ EMI കാര്യങ്ങളൊക്കെ തെറ്റി പുള്ളി കാരണം. അപ്പൊ എന്റെ GPS ഉണ്ട്, വണ്ടി എവിടെ നിൽക്കണേ എന്ന് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അതിനുശേഷം അപ്പൊ എനിക്ക് ഫണ്ടിന് പെട്ടെന്നല്ല ആവശ്യം വന്നു. ആ സമയത്ത് ഞാൻ രണ്ടാമത് ഒന്നുകൂടി ഗ്രൂപ്പിൽ ഇട്ട സമയത്ത് കിട്ടിയതാണ് ഇവന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ പറയില്ല ഒരു വീഡിയോയിൽ ഞാൻ പറയില്ല മുഖം ഇങ്ങനെ പൊത്തണ ഒരു വീഡിയോയിൽ ഒരാളുണ്ടെന്ന്. അയാളാണ് വണ്ടി, നാജി എന്നാണ് പേര്. അവനാണ് ഇപ്പൊ എന്റെ വണ്ടി ഓടിക്കുന്നത്. ഓന്റെ ഫ്രണ്ടാണ് ഈ ലല്ലു. അതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പൊ ഇവൻ വരുമ്പോ ഇവന്റെ ബാഗിൽ ഈ നാജിന്റെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗിൽ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൻ കൊണ്ടുവന്ന്. അപ്പൊ അവനിക്ക് പുതിയ ഫ്ലാറ്റ് നോക്കണവരെ അവനിക്ക് വേറെ എവിടെ വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എന്റെ റൂമിൽ ആ സാധനം വെച്ചത്. എന്റെ ഫ്ലാറ്റിൽ അവന്റെ ബാഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ലല്ലുവിന്റെ ടീഷർട്ട്, ലല്ലുവിന്റെ എന്താ പ്രൂഫ്, ലൈസൻസ് കാര്യങ്ങള്, ഇത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇവന്റെ ബാഗിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെ അവന്റെ ബാഗിൽ എത്തിയെന്ന് അത് എനിക്കറിയില്ല. അത് അവരോട് രണ്ടാളടുത്ത് ചോദിച്ചാൽ അറിയുള്ളൂ. കാരണം ഫ്രണ്ട്സ് അല്ലേ, ഇപ്പൊ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവനം. അപ്പൊ ആ ഒരു സാധനമാണ് മാനുവിന് കിട്ടിയത്. എന്റെ ഡോറ് ലോക്ക് തല്ലി പൊട്ടിച്ച സമയത്ത് മാനുവിന് കിട്ടിയത്. ആ ഒരു ഡ്രസ്സ് അവൻ റീലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും അറിയാം ലല്ലുവിന്റെ ഡ്രസ്സാണ്. പിന്നെ പ്രൂഫിൽ തന്നെ ലല്ലുന്നുണ്ട്. അപ്പൊ തന്നെ മാനു ഫസ്മിനാക്ക് മെസ്സേജ് ചെയ്ത് കോണ്ടാക്ട് ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്റെ വൈഫ് അവനായിട്ട് അത് ഇത് റൂമിൽ ഒളിച്ചോടി പോയിന്നല്ല, വേറെ ടൈപ്പിലാണ് പറഞ്ഞത്. ഞാൻ ഫ്ലാറ്റിൽ കയറി ചെല്ലുമ്പോ അവിടെ ഇവിടെ ടിഷ്യൂ എടുക്കുന്നുണ്ട്, അവളുടെ ഇന്നേഴ്സ് കിടക്കുന്നുണ്ട്. സ്വാഭാവികം നമ്മളെ ഡ്രസ്സ് ഇടുമ്പോ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ. മാനും എന്തൊക്കെയോ റൗണ്ട് ചെയ്ത് കൂട്ടിയിട്ട് ടിഷ്യൂല് മറ്റതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് എന്തോ വീഡിയോ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ആരോ ലല്ലുവിനെ മെഹനൂനെ അറിയോ? ഇല്ല. അവര് നേരിട്ട് കണ്ടിട്ടില്ല. അല്ല, ഞാൻ ഇന്റർവ്യൂവിന് വിളിക്കാൻ നേരത്തെ മെഹനു, സഫ, ലല്ലു, ഫെർമീന, അങ്ങനെ ഒരുപാട് പേരെങ്ങനെ ഇതില് മൊത്തത്തില് കുഴഞ്ഞു കിടക്കുന്ന പോലെ കണ്ടു. അത് ഫസ്മിനാന്റെ എക്സ് ഹസ്ബൻഡ് ആണ് ഈ ലല്ലു. അതാണ് ഫസ്മിനാക്ക് ഇത്ര ഇത്. അവര് പിരിഞ്ഞു എന്നാണ് അറിയണത്, എനിക്കറിയില്ല എന്നോ എക്സ് പാർട്ട്ണർ. അപ്പൊ അതുകൊണ്ടാണ് അവൾക്ക് ഇപ്പൊ ഇത്ര ഇത് അയച്ചു കൊടുത്തപ്പോ തന്നെ അവൾക്ക് ദേഷ്യം എന്താ സംഭവം എനിക്കറിയില്ല. അവനെ മീഡിയക്ക് മുന്നിൽ നാണം കെടുത്താനാണോ എന്ത് നമുക്കറിയില്ല. ശരിക്കും ലല്ലുവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അതുമായി ബന്ധപ്പെട്ടൊന്നും പറയാനുണ്ടോ? മീഡിയക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു ബന്ധവുമില്ല. ഇല്ല. അപ്പൊ ഫ്ലാറ്റിൽ ഇപ്പൊ താമസിക്കുന്നത് കൊച്ചും ഞാനും മാത്രമാണ്. അപ്പൊ തെറ്റിദ്ധാരണയാണ് മെഹനൂന് പറ്റിയിരിക്കുന്നത്. മേനു അവിടെ പറഞ്ഞത് എനിക്ക് വാലന്റൈൻസ് ഡേക്ക് തന്ന ഗിഫ്റ്റ് അവൾ എന്നെ ഇട്ടിട്ട് പോയി എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ തിരൂര് സ്റ്റേഷനിൽ നിന്ന് മീറ്റ് ചെയ്ത് പോലീസുകാരുടെ അടുത്ത് എല്ലാം സംസാരിച്ചതിന് ശേഷം ഇറങ്ങിപ്പോയി. ഞാൻ എന്റെ വീട്ടിലേക്ക് കാറിന് പോരണേ എന്റെ ഡ്രൈവറായിട്ട്. അപ്പൊ ഇട്ട സ്റ്റോറി, ഞാൻ കാറിലിരുന്ന ഞാൻ ഈ സ്റ്റോറി കാണണേ. ജസ്റ്റ് ഇപ്പൊ കണ്ടുള്ളൂ, അപ്പേക്കും പറയുന്നത് ഞാൻ ഒളിച്ചോടി പോയി. സഫയുടെ വാപ്പ അവരൊക്കെ എന്ത് പറയുന്നു? വാപ്ചി ഉമ്മച്ചി ഇപ്പൊ പറയുന്നത് കേസായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇനി അവൻ കരഞ്ഞ് നാടകം കളിച്ചു വന്നാലും മൈൻഡ് ആക്കാൻ നിൽക്കണ്ട, കേസായിട്ട് പോകുന്നില്ല. 2 വർഷമായിട്ട് മെഹനൂന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എത്ര തവണ ഉപദ്രവിച്ചിട്ടുണ്ട്? അപ്പൊ പോലീസിലൊന്നും പരാതിപ്പെട്ടില്ലേ? ഇല്ല. അതെന്താ കാരണം? ഞാൻ ഒന്നാമത് നമ്മൾ ഈ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പോലെ ഈ മീഡിയക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഉള്ളവരാണ്. നമ്മ എന്തിട്ടാലും അത് ആൾക്കാർക്ക് ഇതൊരു വിഷയമാണല്ലോ. ഓൾറെഡി മാനുടെ മുന്നത്തെ ലൈഫിൽ ഇതുപോലൊരു അനുഭവം ഉണ്ട്. അപ്പൊ ഞാനായിട്ട് ഇനി അത് അങ്ങനെ ഒരു ഇത് വരത്തണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് ഞാൻ എല്ലാം കടിച്ചു പിടിച്ച് മിണ്ടാണ്ട് നിന്നിട്ടുള്ളത്. ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. ഞാൻ എന്ത് പ്രശ്നം, ഞാൻ ഒരു സ്റ്റോറി പോലും ഞാൻ ഒരു സങ്കടത്തിന്റെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് മീഡിയക്ക് മുന്നിൽ പറയാൻ താല്പര്യമില്ല. മാനുമായിട്ടാണ് ഇപ്പൊ ഇത് ഫുള്ള് ഉണ്ടാക്കി വെച്ചേക്കണത്. ഇപ്പൊ ഈ അടുത്ത് ഈ സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് പോലും ഇപ്പൊ പറയുന്നത് ഞാനത് മീഡിയക്ക് മുന്നിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, അത് വെറുതെ ഇട്ടതാന്നൊക്കെ. നല്ല കാര്യം ഉണ്ടോ? ഞാൻ പറഞ്ഞു മനുഷ്യന്മാര് പൊട്ടന്മാരാണോന്ന് വെച്ചു. ഞാൻ അല്ല, ചില ആള് റീച്ചിനൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ ഞാൻ നല്ല റീച്ചിന് വേണ്ടിട്ടല്ല. അല്ല, അങ്ങനെയാണോ എന്നുള്ള ഒരു എന്താ വെച്ചാൽ പോലീസിൽ പരാതി കൊടുക്കുന്നില്ല. ഞാൻ കൊടുത്ത് പോലീസിന് പരാതി കൊടുത്തേ? മുന്നത്തെ ഞാൻ കൊടുത്തില്ല. അല്ലാതെ എന്താ കാരണം? എന്താണ്? പോലീസിന് വിശ്വാസം ഇല്ലാത്തോണ്ടാണോ? വിശ്വാസം ഇല്ലാത്തോണ്ടല്ല, മാനുവിന് അങ്ങനെ ഇട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട്. ഉണ്ടോന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഇല്ല. അല്ല, ഒരു കൊച്ചിന്റെ മുമ്പിൽ ഇങ്ങനെ ചീത്ത പറഞ്ഞു ഇടിച്ചു, അതിന് മാത്രം ഇങ്ങനെ പിരിയേണ്ട? അതിന് മാത്രം കുറച്ച് എനിക്ക് അത്രക്ക് മെന്റലി ആയിപ്പോയി. അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്.
അപ്പൊ ഈ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഒരു കാര്യമായി പോയി. അപ്പൊ സഫ മെഹനൂൻ എന്തോ ഉപദ്രവിക്കുന്ന ഫോട്ടോസ് ഒക്കെ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി എനിക്ക് ഓർമ്മയില്ല. അത് ഈ അടുത്തെടുത്തൊരു ഫോട്ടോ പോലെ ഉണ്ട് കണ്ടിട്ട് അല്ലേ? അടുത്തടുത്തല്ല ഈ അടുത്ത് ഇട്ടത് ഇതില് എഴുതിയേക്കുന്നത് സംഭവം തിരൂര് പോയപ്പോ എന്തോ ഇതില് കടിച്ചെന്നുള്ള രീതിക്കാണ് ആ ഒരു സംഭവം ശരിക്കും. അല്ലാതെ ഇപ്പൊ മാനുവിന്റെ അങ്ങനത്തെ ഒരു തെളിവ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫോണിൽ ഒരു കുന്തം ഉണ്ടാവൂല. ആകെ ഞാൻ ഉപദ്രവിച്ച ഞാൻ ഒരു കാര്യം പറയാം. മാനുവിന്റെ പുറത്തൊരു കടിച്ചതും ഒരു മാന്തിയ പാടുണ്ട്. അത് ഞങ്ങൾ പഠനക്കാട് വാടകക്ക് താമസിച്ച സമയത്ത് എന്നെ അമ്മ അതിൽ ഉപദ്രവിച്ചെന്ന് പറഞ്ഞെങ്കിൽ അനങ്ങാൻ പറ്റാത്ത രീതിക്ക് എന്നെ ഉപദ്രവിച്ചപ്പം വാതിൽ മാനു പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ നിന്ന സമയത്ത് എനിക്ക് വേറെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ സമയത്ത് ഞാൻ പുറത്ത് മാന്തിയിട്ടുണ്ട്, കടിച്ചിട്ടുണ്ട്. ആ ഒരു പാടെ ഞാൻ മാനുവിന് ചെയ്തിട്ടുള്ളൂ. അതേ ഉണ്ടാവുള്ളൂ. ഈ കടിച്ചതൊന്നും ഞാനേ അല്ല. തിരിച്ചിങ്ങോട്ടേക്കോ അതൊരു പാടുണ്ട്. അതാണ് അത് എന്തുകൊണ്ട് വാപ്പാനടുത്തൊന്നും സംസാരിച്ചില്ലേ? ഇപ്പൊ ഇങ്ങനെ ഒരു വട്ടം ഉപദ്രവിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയതാ, ഒഴിവാക്കി പോയതാ, സ്വന്തം വീട്ടിൽ പോയി. എന്നിട്ട് വാപ്പയ്ക്ക് എന്താ തീരുമാനം എടുത്തു? അന്ന് ഇതുപോലെ മാനു വിളിച്ച് കരച്ചില് പിടിച്ചില് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അന്ന് ഞാൻ റിട്ടേൺ പോകാൻ കാരണം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അത് കുറെ പേര് അന്ന് ആ സമയത്ത് കമന്റ് ഇട്ടായിരുന്നു, നീ പ്രഗ്നന്റ് ആയിട്ടല്ലേ ശരിക്കും തല്ലുപിടിച്ചിട്ട് റിട്ടേൺ പോയെന്ന്. പ്രഗ്നന്റ് ആയിട്ട് തന്നെ അബോർട്ട് ചെയ്യാൻ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതാ. പക്ഷെ എനിക്ക് എന്തോ ജീവൻ കളയാൻ തോന്നിയില്ല. ഇന്നലെ വീഡിയോ ഇട്ടില്ലേ യൂട്യൂബില്, എന്തോ കാറില് ലല്ലുവിനെ കണ്ടു. അതെന്താണ് സംഭവം? ആ വീഡിയോയില് അതെന്താ സംഭവം? ശരിക്കും ലല്ലു ഉണ്ടായോ കൂടെ? ഇല്ല, ലല്ലു ഉണ്ടെങ്കിൽ എന്റെ കൂടെ ആ വീഡിയോയില് കാണണ്ടേ. ഇപ്പൊ ഇറങ്ങി വന്നതിന് ശേഷം ലല്ലുവിനെ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടുണ്ടോന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ട്, ഈ കേസിന്റെ ആവശ്യത്തിന് കണ്ടിട്ടുണ്ട്. ഇപ്പൊ വണ്ടി ഡ്രൈവിംഗ് ചെയ്യുന്നത് അല്ല അതൊന്നും കണ്ടില്ലേ ഡ്രൈവറിനെ? ഇല്ല, എനിക്ക് ആളെ മനസ്സിലായിട്ടില്ല. ലല്ലു എന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഡ്രൈവർ എനിക്കറിയില്ല പേര്. ഡ്രൈവർ ഒരു ഹൈറ്റ് ഇല്ലാത്തതാണ്. ഈ ലല്ലുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ലല്ലുവിനെ എങ്ങനെ കൂടുതലായിട്ട് അറിയുന്നത്? ഇങ്ങനെ വീട്ടിൽ എനിക്ക് അറിയൊന്നുമില്ല, ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. വേറൊരു കാര്യം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഡ്രൈവർമാരാണ്, അവരെയൊക്കെ വീട്ടിൽ കയറ്റാം, അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തല്ല, ജസ്റ്റ് ബാഗ് ഒക്കെ ഇറങ്ങാ. പിന്നെ എഗ്രിമെന്റിന്റെ കാര്യത്തിന് സംസാരിക്കാൻ വന്നിട്ടുണ്ട്. അന്നാണ് ലല്ലുവായിട്ട് വന്നത്. ഇവർ രണ്ടാളും വന്നിട്ട് എഗ്രിമെന്റിന്റെ കാര്യം നമുക്ക് സംസാരിക്കാനും വണ്ടി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മള് കണ്ടിട്ടുണ്ട്, ഒരുമിച്ച് പോയിട്ടുണ്ട്. അന്നത്തെ ദിവസം തോന്നുന്നു ലല്ലു ലൈവ് ഇട്ടിട്ട് കുട്ടീനെ കാണിച്ചു. അന്ന് എന്റെ ഫ്ലാറ്റിലുണ്ടായത്. അത് നമ്മള് എഗ്രിമെന്റിന്റെ കാര്യത്തിന് വേണ്ടി പോകാൻ നിൽക്കുന്ന ദിവസം. അത് രണ്ടാളും ഉണ്ട്, അവൻ മാത്രമല്ല, എന്റെ ഡ്രൈവറും ഉണ്ട്, ഞാനും ഉണ്ട്. എന്ന് പറയുന്ന പുള്ളി ഫാമിലിയാണോ? എങ്ങനെയാണ് ആ പുള്ളിയുടെ ഫാമിലി? കല്യാണം കഴിച്ചാണോ? ഈ ഫസ്ബിനായിട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ പിരിഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി, നമ്മൾ ഇന്നലെ വീഡിയോന്റെ കാര്യം പറഞ്ഞില്ലേ, ലല്ലുവിനെ കണ്ടു, അതെന്താ സംഭവം? ഒരു കാറിന്റെ അടുത്തുനിന്ന് കണ്ടു. അത് ഞാൻ ഈ മലപ്പുറത്ത് മാനുമായിട്ട് ഇഷ്യൂ ഉണ്ടായിന്ന് പറയില്ല, മലപ്പുറത്തുനിന്ന് ഞാൻ റിട്ടേൺ വന്ന സമയത്ത് ഫ്ലാറ്റിലെത്തിയപ്പം ഡോറ് ടൈറ്റ് ആയിട്ട് ഓൾറെഡി പൊട്ടിയ പോലെ ഉണ്ട്. കാരണം ഞാനൊരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു വ്ളോഗിനകത്ത് ഞാൻ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഡോറിന്റെ ആ ഇതില്ലേ, നമ്മൾ ലോക്ക് ചെയ്യുമ്പോ ആ ഉള്ളിലത്തെ സാധനം വളഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ഞാൻ തുറക്കാൻ നോക്കിയപ്പോ ഭയങ്കര ടൈറ്റ്. അപ്പൊ എനിക്ക് തോന്നി ആരോ അകത്തുണ്ട് എന്നൊരു തോന്നല്. ആ ഒരു സമയം തന്നെ ഞാൻ എന്ത് ചെയ്തു, റിസ്ക് എടുക്കാൻ നിന്നില്ല. എനിക്ക് പേടിയായി സത്യം പറഞ്ഞെങ്കിൽ. ഞാൻ അപ്പൊ തന്നെ എന്ത് ചെയ്തു, പോലീസുകാരനെ വിളിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ഡോറ് ലോക്കായിട്ടുള്ളത്, ഹസ്ബൻഡായിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്, എനിക്ക് ടെൻഷനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഓക്കെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ രണ്ടാളും നമ്മുടെ കൂടെ വന്നതിന് ശേഷം തെളിവ് എടുക്കാൻ വേണ്ടി അപ്പുറത്തുനിന്ന് ഒരു 2-3 പേരെയും വിളിച്ചു. വാതിൽ നോക്കിയപ്പോൾ നല്ല ടൈറ്റ് ആയിരുന്നു. സാറ് ചവിട്ടിയിട്ടും ഭയങ്കര ടൈറ്റ്. എന്നിട്ട് പിന്നെയും ഭയങ്കര ടൈറ്റിൽ ഒറ്റ ചവിട്ട ചവിട്ടിയപ്പോൾ ഫുള്ള് അലങ്കോലായിട്ട്, വീട് ഫുള്ള് അലങ്കോലായിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ സാറ് പറഞ്ഞു, ഇവിടെ ആരുമില്ല, എന്തായാലും പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചേക്ക്, എന്തെങ്കിലും ചെയ്താൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അയൽവാസികൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് ആ ഒരു ഇഷ്യൂ കഴിഞ്ഞ് അന്ന് ഞാൻ താഴെ പോയിട്ട് കാറിൽ നിന്ന് ബാഗ് എടുത്തിട്ട് വരണ്. അപ്പൊ കുട്ടി ഡ്രൈവറുടെ കയ്യിലുണ്ട് മുകളിൽ ഫ്ലാറ്റിൽ. അപ്പൊ ഞാൻ ബാഗ് എടുത്തിട്ട് റൂമിലേക്ക് വരുന്ന ഒരു സീനാണ് ആ CCTV ഉള്ളത്. അത് ആ മുകളിൽ CCTV ഞാൻ ഒറ്റക്ക് ബാഗ് അതിലില്ലാലോ. ഇല്ല. അതാണ് ആ വീടിന്റെ അടുത്ത കുട്ടികള്, മാനുവിന്റെ കുറച്ച് സ്പൈ കുട്ടികള്. അപ്പൊ മെഹനു പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചാണോ? അല്ലെങ്കിൽ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചായിരിക്കും തോന്നല്ല. വെസ്റ്റ് അവര് വെറുതെ ഒരു വീഡിയോ എടുത്തായിരിക്കും. മെഹനു അന്വേഷിക്കാറുണ്ട് തന്നെ, ഞാൻ അവിടെ ഉണ്ടോ, ഞാൻ അവിടെ വരാറുണ്ടോ, ജസ്റ്റ് എന്നെ അന്വേഷിപ്പിക്കുക. അപ്പൊ ചിലപ്പോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പിള്ളേർ ഇട്ട് കൊടുത്തതായിരിക്കാം.
വൺ സൈഡ് ഇട്ടെടുത്തെന്നാ പറഞ്ഞേ. ഇപ്പൊ ഈ ആലുവയിലുള്ള ഫ്ലാറ്റ് സ്വന്തമാണോ, റെന്റാ? റെന്റ്. അപ്പൊ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇപ്പൊ പോണേ? വണ്ടി ഓടാൻ കൊടുക്കണ അനുസരിച്ച് കിട്ടുന്നു, പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രൊമോഷൻ. അപ്പൊ അതിന്റെ ശേഷം മെഹനു വേറൊന്നും പറയുന്നില്ല? ഇല്ല. മെഹനു കേസ് കൊടുത്തിട്ടുണ്ടോ? അതെനിക്കറിയില്ല. ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തും കൊടുക്കാനുള്ള ചാൻസ് ഇല്ല. എന്തും പറഞ്ഞപ്പോ കേസ് കൊടുത്തിരിക്കണം മെഹനു? ഞാനിപ്പോ കൊടുത്തിട്ടുള്ളത് മാനുക്കെതിരെ ഈ മർദ്ദനവും കാര്യങ്ങളും എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കണേ. തെളിവായിട്ടൊന്നും കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്നുള്ള രീതിക്കും അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്കാണ് ഞാനിപ്പോ കൊടുത്തിരിക്കണേ. അല്ല, ഇപ്പൊ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ആരുമില്ല. അപ്പൊ വാപ്പാടെ ഇടയ്ക്ക് അനിയത്തിമാര് വരും, രാത്രി ഇടയ്ക്ക് അനിയത്തിമാര് വന്നിട്ട് ജസ്റ്റ് കുട്ടീനെ കാണാൻ വരും. അവർക്ക് ക്ലാസ്സും വർക്കൊക്കെ ഉള്ളതുകൊണ്ടല്ലേ അവര് നിന്നേനായിരുന്നു. മെഹനുവിന്റെ വാപ്പ ഉമ്മ അവരൊക്കെ ഉമ്മ ഇന്നലെ വിളിച്ചായിരുന്നു. വിളിക്കാറുണ്ടോ? ഇന്നലെ വിളിച്ച്. ഇത്ര നാള് വിളിച്ചില്ലായിരുന്നു. ഇന്നലെ ഇപ്പൊ വിളിച്ചിട്ട് ഉമ്മ നോമ്പ് തുടങ്ങിയില്ലേ, അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു നോമ്പിന് ഫുഡൊക്കെ ഉണ്ടാക്കാറ്. അപ്പൊ ഉമ്മാക്ക് പെട്ടെന്ന് തന്നെ മിസ് ചെയ്തു എന്ന് പറഞ്ഞ ഫുഡ് ഉണ്ടാക്കണൊക്കെ ഓർമ്മ വന്ന് അങ്ങനെ വിളിച്ചതാണ്. പിന്നെ കേസ് കൊടുത്ത കാര്യങ്ങൾ ചോദിച്ചു, എന്തിനാ കേസ് കൊടുത്തേന്ന് വെച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ വഴിയില്ല. പറഞ്ഞു നിനക്ക് അറിയാവുന്നതല്ലേ മാനു പൊട്ടത്തരം കാണിക്കൂന്ന്, ഇങ്ങനത്തെ വീഡിയോ ഇടുമെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്തത്, കേസ് കൊടുക്കാൻ പോയി എന്തിനാ, നീ എന്തിനാ കാദറിന്റെ കൂടെ കൂടിയേ, അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു. കാദർ എന്ന് പറഞ്ഞ യൂട്യൂബറാ? കാദർ കരിപ്പടി. റിഫയുടെ കേസ് കൂടുതലായിട്ട് വീഡിയോസ് ചെയ്തത് അദ്ദേഹമാണ്. റിഫയുടെ പ്രശ്നവും ഇതുമായിട്ട് ഒന്നും ബന്ധമില്ല? നിനക്ക് 2 വർഷം മെഹനുവിന്റെ കൂടെ നിന്നിട്ട് ഒന്നും? ഞാന് സത്യം പറഞ്ഞ ആലോചിക്കുന്നത് ശരിക്കും ആരെ ഭാഗത്തായിരിക്കും ഈ റിഫയുടെ കേസായാലും? റിഫക്ക് ആകെ മാനു പറഞ്ഞ റിഫക്ക് ഒരു അവിഹിതം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ മാനടുത്ത് പറഞ്ഞിട്ട ഒരു കാര്യമാണ്, ഇതുപോലൊക്കെ ഒരു അനുഭവം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവിഹിതം ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് ഞാൻ മാനടുത്ത് പറഞ്ഞു. ഈ അടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം അത്രക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവണം അവള്, എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റും. 2 കൊല്ലത്തിനുള്ളിൽ ഞാൻ അത്രക്കും മെന്റലി ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഈ മെഹനുവിന്റെ ആ ഒരു ഇത് കൊണ്ടായിരിക്കുമോ അവര് അവിടെ എന്താന്ന് ഫ്ലാറ്റിൽ സംഭവിച്ചതെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റൂല. കാരണം ഞാൻ പറയുന്നത് എനിക്ക് ഡൗട്ടുള്ള എന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ, 3 വെച്ചിട്ട് അവൾ അവിഹിതത്തിൽ പിടിച്ചിട്ട് സൂസൈഡ് ചെയ്യാത്ത കുട്ടി ദുബായിൽ വെച്ചിട്ട് ഒരു സംഭവം ഇല്ലാണ്ട് അത് സൂസൈഡ് ചെയ്യണമെങ്കിൽ അതിലെന്തോ ഉണ്ട്. ഇപ്പൊ മെഹനു ബാംഗ്ലൂർ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബില് കണ്ട, അതൊക്കെ എന്താ? ബാംഗ്ലൂർ ഞാൻ ഒരുപാട് പെൺപിള്ളേരായിട്ട് ബന്ധമുണ്ട്, പരിചയമുണ്ട്, രാത്രി പാതിരാക്കൊക്കെ മെസ്സേജ് അയക്കുന്നു. ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിലൊക്കെ സത്യമുണ്ടോ? കണ്ടിട്ടുണ്ടോ? ബന്ധമുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ബാംഗ്ലൂർ ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ മാനു പോയേക്കണം ഊബർ ഓടിക്കാൻ. ഊബറിൽ കയറുന്ന പെൺപിള്ളേർക്കൊക്കെ നമ്പർ കൊടുക്കും, മെസ്സേജ് അയക്കും, കാണാൻ വരട്ടെ എന്ന് ചോദിക്കും. പിന്നെ നമ്മളിപ്പോ താമസിക്കണതിന്റെ അടുത്ത് പോലും ഒരു കുട്ടീനെ കൊണ്ട് എനിക്ക് മെസ്സേജ് അയപ്പിച്ച്, നീ പരിചയപ്പെട്, നീ എന്നിട്ട് ഫ്ലാറ്റിലേക്ക് വാ, അങ്ങനെയൊക്കെ ഒരു കുട്ടീനെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത ഞാൻ ആൾക്ക് അറിയണേ, എനിക്ക് ബേബി ആയതിനു ശേഷം. പുള്ളി അപ്പൊ അത്രയും ഒരു സൈക്കോ മൂഡാണോ പുള്ളി? പുള്ളിയുടെ ഫോണിന്റെ പാസ്വേഡ് ഞാൻ ചോദിക്കാറില്ല, എന്റെ ഫോൺ ഓപ്പൺ ആയിരിക്കും എപ്പോഴും. പുള്ളിയുടെ ഫോണിന്റെ പാസ്വേഡ് ഞാൻ ചോദിക്കാറില്ല. എനിക്ക് അതും തർക്കിച്ച് തല്ലുപിടിക്കാൻ സമയമില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനും വിഷമമൊക്കെ ഓർന്ന്. പക്ഷെ ഇപ്പൊ കുട്ടിയായതിനു ശേഷം എനിക്ക് അതിനൊന്നും സമയേ ഇല്ല, അത് നോക്കാനേ സമയമില്ല. ഇപ്പൊ മെഹനു ഇപ്പൊ ഇനി വിളിച്ചാ പോകുന്നില്ല? ഇല്ല. രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചു? തീർച്ചയായും പോവില്ല. ലല്ലുവിന്റെ കൂടെയും പോണില്ല? എവിടെയും പോണില്ല. ഞാനും എന്റെ കുട്ടിയായിട്ട് ജീവിക്കാം. ഭാവിയിൽ എന്താണോ അത് അതുപോലെ നടക്കും. ഇപ്പൊ ഒറ്റക്ക് തന്നെ. അപ്പൊ ഈ കൊറേ കമന്റുകളൊക്കെ വരുന്ന ഈ ലല്ലു ഒക്കെ വെറും ചിത്രം മാത്രമേ ഉള്ളൂ, ഒന്നും യാഥാർത്ഥ്യമല്ല? അല്ല, എല്ലാം ഒരു പുകമറയാണ്. അങ്ങനെയാണെന്നല്ല ഉദ്ദേശിച്ചത്? അവരായിട്ട് ആരും ഒരു ബന്ധവുമില്ല. ഫ്ലാറ്റില് ഞാനും കുട്ടിയും മാത്രം. ചെലവിന് യൂബർ ഓടിച്ച് പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രൊമോഷനും കാര്യങ്ങളും കിട്ടുമ്പോ അവര് ചെറിയ ചെറിയ പേയ്മെന്റുകൾ. പിന്നെ സിസ്റ്റേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും കുട്ടിക്ക് വേണ്ടതും വാങ്ങിച്ചു തരും. വാപ്പയെല്ലാം വരാറുണ്ടോ? വാപ്പ വിളിക്കാറുണ്ടോ? വാപ്പച്ചി വരാറുണ്ടായിരുന്നു. മെഹനുവിന്റെ വാപ്പ ഒന്നും പറഞ്ഞിട്ടില്ല? ഉപ്പാനത്തെ ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് ഉപ്പാനെ ഭയങ്കര കാര്യമാണ്. മാനുവിന്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും കാര്യം എന്ന് പറഞ്ഞ ഉപ്പാന്. കാരണം മാനു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശാസിക്കണത് ഉപ്പ ഇച്ചാവും, മൂത്ത ഇച്ച. ഇവർ രണ്ടുപേരാണ് ഏറ്റവും ശാസിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ മാനു തെറ്റ് ചെയ്യണമെങ്കിൽ ഒരു സപ്പോർട്ട് ടൈപ്പാണ്, അവരെന്നെ ചൂഷണം ചെയ്യണ ടൈപ്പാ ബാക്കിയുള്ളവർ സംസാരിക്കാൻ. പക്ഷെ ഉപ്പാന്റെ കാര്യത്തിൽ ഉപ്പ ഓക്കെയാണ്. മാനു എന്തുണ്ടെങ്കിലും തെറ്റ് അംഗീകരിക്കും. ഇപ്പൊ ചില സമയത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഉപ്പ ചിലപ്പോൾ ഉപ്പാടെ റൂമിൽ എന്നെ കൊണ്ടുപോയി അവിടെ കിടത്തും. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ എന്നും പറഞ്ഞിട്ട്. പാവണുപ്പ. ഇപ്പൊ ലല്ലുവിന്റെ മുൻ ഭാര്യ എന്ന് പറഞ്ഞില്ലേ, എന്താ ഫസ്മിനെയാ?
അവരുടെ വീഡിയോയിൽ എന്താ പറയാനുള്ളത്? അത് കുറെ വൈറലായി. അവരുടെ ഇപ്പത്തെ വീഡിയോ ഇട്ടത് ഞാൻ ഫസ്മിനായിട്ട് മുന്നേ കമ്പനി ഉണ്ടായിരുന്നു. കാരണം അവളുടെ കുറച്ച് സാഡ് വീഡിയോസ് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഓക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇട്, സാഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചാറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൾ എന്നെ കൊണ്ട് മിസിരിയ എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്ക്, ഞാൻ ഇന്നതുപോലെ പറഞ്ഞുതരാം, നീ അതുപോലെയൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതായിരുന്നു ഫസ്മിന. ആ ഒരു ചാറ്റൊക്കെയാണ് ഇപ്പൊ എടുത്ത് വീഡിയോ ചെയ്തേക്കുന്നത്, പഴയ കാര്യങ്ങളും. അതിനെതിരെ എന്തെങ്കിലും നിയമ നടപടിക്ക് പോയിട്ടുണ്ട്? കാരണം അവൾ ഇപ്പൊ ചെയ്തേക്കണ അതിനൊന്നും ഞാൻ കേസ് കൊടുക്കുന്നില്ല. അവൾ ഇപ്പൊ ചെയ്തെന്താ വെച്ചെങ്കിൽ എന്റെ പഴയ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഉള്ള ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ഇത് ഇടട്ടെ ഭീഷണി. എന്ത് പറഞ്ഞ ഭീഷണിപ്പെടുത്തുന്നത്? ഇത് ഞാൻ നിന്നെ ഇടും, നിന്നെ ഞാൻ നാണം കെടുത്തും, നിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ അവളെ പറ്റി ഒരുപാട് പേര് എന്റെ അടുത്തും വന്ന് കുറെ പറഞ്ഞിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാരും കണ്ടതായിരിക്കുമല്ലോ മുന്നേ. പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് വന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഇതിനൊന്നും എതിർക്കാൻ നിൽക്കാത്തത്, കേസ് കെടുത്തേക്കണോണ്ട് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഇവരുടെ വീഡിയോക്കാണെങ്കിൽ പോലും നമുക്ക് കമന്റ് ഇടുന്നതിന് ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഇതായിട്ട് നിൽക്കണ കാമായിട്ട്. ഇപ്പൊ സഫ, മെഹനു ആ ഒരു ഫാമിലി നമ്മൾ മുമ്പ് കണ്ടതാണ്. ഇപ്പൊ പ്രേക്ഷകരോട് എന്താണ് സഫക്ക് പറയാനുള്ളത്? മെഹനുവിനെ കുറിച്ചായാലും ഇപ്പൊ സഫയുടെ പേഴ്സണൽ കാര്യങ്ങളായാലും ഇപ്പൊ ഇത്രയും മൊത്തം വിവാദമായും വൈറലായും കുറെ അറിയാലോ, കുറെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര എന്തായി ഒളിച്ചോടി ലല്ലുവിന്റെ കൂടെ പോയി അങ്ങനെ നമ്മള് കാണുന്നുണ്ട്. ഇപ്പൊ ഞാനും കണ്ടിട്ടാണ് ഞാൻ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ തരുമോ എന്ന് ചോദിച്ചത്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മുമ്പ് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എടുത്ത സമയത്ത് നമ്മള് അങ്ങനെയൊന്നും ഇപ്പം വിട്ടുപിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് നമ്മളും വിചാരിച്ചില്ല, ഞാനും അറിയില്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് വെറുതെ വിളിച്ചു നോക്കി, നമുക്കൊരു ഇന്റർവ്യൂ തരുമെന്ന് വെച്ച്. മെഹനുവിനെ ഞാൻ വിളിച്ചു, പുള്ളി ഫോൺ എടുത്തില്ല. അപ്പൊ സഫേനെ വിളിച്ചിട്ട് ഇന്റർവ്യൂ തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ആരുടെ ഭാഗത്താണ് തെറ്റ്? ഇപ്പൊ മെഹനുവിന്റെ ഭാഗത്താണോ സഫയുടെ ഭാഗത്താണോ? പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരുടെ അടുത്ത് എന്താ പറയാ, ആകെ എന്നെ കുറ്റപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മെഹനുവിന്റെ ഒരു കേസ് നമുക്കറിയാം. ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ഭയങ്കര പ്രശ്നങ്ങളായതാണ് മെഹനുവിന്റെ. അപ്പൊ ഈ ഇങ്ങോട്ടേക്ക് വരുമ്പോ സഫയുടെയും ഫസ്റ്റത്തെ മാരേജ് കഴിഞ്ഞതാണ്, രണ്ടാമത് നിങ്ങൾ ഒന്നിച്ച് ഇതായി, അങ്ങനെ കുറെ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ എടുത്തതാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? നിങ്ങൾ തമ്മിലുള്ളത് എന്താണ്? ശരിക്കും പൂർണ്ണമായും വേർപിരിഞ്ഞോ? സഫ ലല്ലുവിന്റെ കൂടെ പോകുന്നുണ്ടോ? ഇനി മെഹനുവിന്റെ കൂടെ പോവോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്ന് തീർക്കാൻ ഒരു നിസ്സാരമായിട്ടൊന്ന് പ്രേക്ഷകർക്കൊന്ന് പറയാൻ. പൂർണ്ണമായിട്ട് വേർപിരിഞ്ഞോന്ന് വെച്ചാൽ വേർപിരിഞ്ഞിട്ടില്ല. ഈ അടുത്ത് തല്ലെടുത്തുണ്ടായി മെഹനു പറഞ്ഞു ഞാൻ നിന്നെ തലാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു നമ്മുടെ മുസ്ലിംസില്. ഞാൻ പറഞ്ഞു ഓക്കെ ചൊല്ലിക്കോ, എനിക്ക് പെണ്ണുങ്ങൾക്കുണ്ട് ഒരു ചൊല്ലണ സംഭവം, ചൊല്ലിയനെ മനസ്സുകൊണ്ട് ഇതാക്കി. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, ആ ഒരു കാര്യം പറഞ്ഞിട്ടല്ല. അത് നമ്മൾ ഇതുവരെ ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല. അതിന് ആ പേപ്പറിന് കൊടുത്തിട്ട് വേണം അത് തീരുമാനമാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ആകെ പ്രേക്ഷകരുടെ അടുത്ത് എനിക്ക് എന്നോട് അവർക്കുള്ള ദേഷ്യം എന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ റിഫാന അത്രക്കും നെഗറ്റീവ് ആക്കി പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും സങ്കടമുള്ളതെന്ന് വെച്ചെങ്കിൽ, അതിനിപ്പോ കുറ്റബോധം തോന്നുന്നുണ്ട് നല്ല രീതിക്ക്. ഞാൻ ഇനിയിപ്പോ ആ ഒരു പറഞ്ഞേ കൊണ്ടാണ് ഞാൻ ഇത് അനുഭവിച്ചത്, അതൊന്നും എനിക്കറിയില്ല. എന്റെ ഉമ്മിച്ച് വരെ പറയും ഞാൻ പെൺകുട്ടീനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ അത്രക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവളെ. അല്ല, നമ്മളുടെ മുമ്പത്തെ ഇന്റർവ്യൂല് തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ഇല്ലേ? അന്ന് എടുത്ത ഇന്റർവ്യൂല് അവരെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇതും ഒക്കെ രണ്ടാമത് 2 കൊല്ലം അനുഭവിച്ചത് ആ ദുരിതമാണോ അനുഭവിച്ചത്? ഞാനിപ്പോ രക്ഷപ്പെട്ടത് ഇനി ഞാൻ നിന്നെങ്കിൽ എന്താ എനിക്ക് സംഭവിക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, ഇനിയും തുടരുകയാണെങ്കിൽ എന്തായിരിക്കും? എനിക്ക് നല്ല ഭയമുണ്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ട്. ഇനിയാന്ന് വരെ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് മേനു പറഞ്ഞത് അവളവിടെ ഒറ്റയ്ക്കല്ലേ, എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയാം, അങ്ങനത്തെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടാണോ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ പരാതി കൊടുത്തിരിക്കുന്നത്? എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പോട്ടെ, ഇപ്പൊ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് ലാസ്റ്റ് ആയിട്ട്? ഇതന്നെ പറയാനുള്ളത്. ഞാൻ ആകെ പ്രേക്ഷകർക്ക് വിഷമം എന്നുള്ള രീതിയിൽ അവളെ ഒരുപാട് പേര് സ്നേഹിച്ചവരുണ്ട്. അവളെ ഞാൻ ഏറ്റവും കുറ്റം പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും കുറ്റബോധമായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ പറയരുതായിരുന്നു. ഈ 2 കൊല്ലത്തിൽ ഞാൻ ഇത്ര അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ 3 കൊല്ലത്തിൽ അവൾ അനുഭവിച്ചത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. റിഫാന്റെ ഒരു വോയിസ് ക്ലിപ്പ് തന്നെ ഉണ്ട്, മാനു തല്ലിക്കൂട്ടെന്നെല്ലാം. അതൊക്കെ ഞാൻ മാനോടുത്ത് ചോദിക്കുമ്പോൾ മാനു പറയുന്നത് അതൊക്കെ അവള് വെറുതെ പറഞ്ഞിട്ടാണ്. ഇപ്പൊ ജംഷാദ് തോണ്ടി എന്ന് പറയുന്നതൊക്കെ ഞാൻ ചോദിച്ച സമയത്ത് അതൊക്കെ അവള് വെറുതെ പറയുന്നതാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പൊ സഫ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോന്റെ താഴെ ലല്ലു ഇട്ടിട്ട് പോയാൽ ഇനി സഫ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കമന്റുകൾ. ഞാൻ കുറെ കമന്റ് ഉണ്ട്, ഞാൻ നോക്കിയില്ല.
അപ്പൊ അതിനും കൂടിയുള്ള പ്രേക്ഷകർക്ക് എന്താ പറയാനുള്ളത്? ലല്ലു എവിടെ പോണം പോട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. അതല്ല, ലല്ലു ഇട്ടിട്ട് പോകാൻ വേണ്ടി ലല്ലു എന്റെ കൂടെ ഇല്ലാലോ, എന്തെങ്കിലല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ. ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, ഇതാണ് കാര്യം, ഇന്നതാണ് പ്രശ്നം എന്ന് ഒരു മിനിറ്റിൽ ചുരുക്കിയിട്ട് പ്രേക്ഷകരുടെ അടുത്തൊന്ന് പറയാം. ഞാൻ എവിടെയും ഒളിച്ചോടി പോയിട്ടില്ല. ഞാൻ അതാ എന്റെ ഫ്ലാറ്റിൽ എന്റെ കുട്ടിയായിട്ട് ഉണ്ട്. അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ വരെ ഇട്ട്. എന്നിട്ട് പോലെ എല്ലാവരും ചോദിക്കുന്നത് ബാത്റൂമിൽ ഉണ്ടാവില്ലല്ലോ. അതിന് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാനും കുട്ടിയും ഒറ്റയ്ക്ക് തന്നെയാണ് ഫ്ലാറ്റിലും കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പൊ എന്റെ കൊച്ചിന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് നോക്കുന്നത്. ഇപ്പൊ 1 മാസത്തോളമായി. മാനു കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിക്കുന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് മാനു ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ വാപ്പ ഉള്ളതും വാപ്പ ഇല്ലാത്തതും കണക്കാണ്. എനിക്ക് അതിൽ സങ്കടവുമില്ല. മാനു എന്റെ ലൈഫിൽ നിന്ന് പോയാൽ എനിക്ക് സങ്കടപ്പെടാനും ഇല്ല. ഒരു ഡിപ്രഷനിലേക്ക് ഞാൻ പോയുമില്ല. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു മൈൻഡ് ഓക്കെ ആക്ക്, കുട്ടീനെ ഓക്കെ ആക്കണം, വിഷമിക്കരുത്, ഇപ്പൊ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാൻ ഹാപ്പിയാണ്. സ്വന്തം വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല? വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ പിന്നെ പോവാത്തത് അവരുടെ വിഷമം കാണണം എനിക്ക്. അത് ഞാൻ പോവാത്ത. എത്ര പേരാ? 2 അനിയത്തിമാരുണ്ട്. വാപ്പ ഉമ്മ. മെഹനൂന് ഒരു ഇച്ച, ഒരു മൂത്ത പെങ്ങള്, ഒരു അനിയന്. പിന്നെ വേറൊരു കാര്യം, ഈ വീട്ടിൽ നിന്ന് ഉപദ്രവിക്കാന്നൊക്കെ പറഞ്ഞല്ലോ മെഹനു. അപ്പൊ മെഹനുവിന്റെ വാപ്പ ഒന്നും ഉപദ്രവിച്ച സമയത്ത് വാപ്പ ഇടപെടും, വാപ്പ മാറ്റും. എന്നിട്ട് വാപ്പ അതിനെ കുറിച്ചൊന്നും പറയാറില്ലേ? ഇങ്ങനെ വാപ്പ അവന് ഒരു ഗ്യാപ്പ് ഉണ്ട് അവര് തമ്മില്. മാനാണേലും ഉപ്പാണേലും ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ ചെന്നിട്ട് ഞാനാണ് ഉപ്പായിട്ട് ഏറ്റവും കമ്പനി. അവരെത്ര മക്കളാ മെഹനുവിന്റെ? 4 മക്കള്. ഇച്ച, പെങ്ങള്, മാനു, അനിയൻ. അപ്പൊ ഇപ്പൊ ഈ വിളിക്കുമ്പോ ഈ മീഡിയക്ക് മുമ്പിൽ മെഹനു വരാത്തതിന് കാരണം എന്തായിരിക്കും? സഫക്ക് എന്താ തോന്നുന്നത്? മാനുവിന് ചിലപ്പോ പറയാനൊന്നും ഉണ്ടാവൂല. അങ്ങനെ ഇപ്പൊ എന്റെ അടുത്ത് ഇൻഫ്ലുവൻസേഴ്സ് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും, മീഡിയക്കാർ വരെ എന്റെ അടുത്ത് ചോദിക്കുമ്പോ ഞാൻ പറയുന്നത് എന്റെ കഥ മാത്രം കേൾക്കണ്ട, മാനുയുടെ സൈഡും കേൾക്കണം. 2 സൈഡും കേട്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ ശരി തോന്നണം നിങ്ങൾ ചെയ്തു. ഇപ്പൊ സഫയുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ മെഹനുവിനെ വിളിക്കുന്നുണ്ട്, വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂ തരുമോ ഇല്ലേ എന്ന് പുള്ളിയാ തീരുമാനിക്കുന്നത്. തരുമെന്ന് തോന്നണില്ല. അപ്പൊ അതാണ് അതില് തരൂലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അങ്ങനെ വരുമ്പോ പുള്ളിയുടെ ഭാഗത്തായിരിക്കൂലേ തെറ്റ്? പുള്ളി എന്തുകൊണ്ട് പിന്നെ മാധ്യമത്തിന്റെ മുമ്പിൽ വരുന്നില്ല? അറിയില്ല. സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കല്ല. പുള്ളി കാണിക്കുന്നത് കടിച്ച കയ്യിലൊക്കെ കടിച്ച പാടൊക്കെ കാണിക്കുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞു. ഫോട്ടോ ഉണ്ട്, ഞാൻ കണ്ടു. എനിക്ക് കുറെ പേര് ഷെയർ ചെയ്ത്. അപ്പൊ ഉള്ളതാണോ അത്? ഈ കടിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആകെ കടിച്ചത് ഇങ്ങോട്ട് അടി തൊഴി, അങ്ങോട്ട് എന്താ ചെയ്യാറ്? അങ്ങോട്ട് ചെയ്തതാണ് ഞാൻ ഈ പറഞ്ഞ. ഈ ആകെ ചെയ്തതാണ്. നമ്മളെ ഇടിക്കുമ്പില്ല, നമുക്ക് അങ്ങോട്ട് അടിക്കാൻ പറ്റൂല. അത്രക്കും. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാൾ മുതലാണ് ഇത് തുടങ്ങിയത്, അടിയൊക്കെ തുടങ്ങിയത്? ഒരു അത്ര ദൂരം പോയില്ല, അതിന് മുന്നേ തുടങ്ങി. അപ്പൊ മുതലേ വിചാരിച്ചു ഇത് നമ്മളെ തല്ലിയിട്ട് പിന്നെ പുള്ളി കരഞ്ഞു വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്നിട്ട് സ്നേഹിക്കും. എന്നിട്ട് പറയും പോട്ടെ വാ പുറത്തു പോവാ ചായ കുടിക്കുക, അങ്ങനെയൊക്കെ തട്ടും. അങ്ങനെ അപ്പൊ ഞാൻ പിന്നെ ചിരിക്കും. അന്ന് വാടക വീട്ടിൽ നിന്ന് തന്നെ തല്ലി കൂട്ടിയിട്ട് ഞാൻ ഓടി അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് എന്റെ മുഖമൊക്കെ എങ്ങനെ ഇരുന്നേന്ന് അവർക്കറിയാം. മുഖമൊക്കെ പാട് മുറിഞ്ഞിട്ട് ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് എന്റെ വീട്ടിലേക്ക് പോയത്. ബാംഗ്ലൂർ വെച്ചിട്ട് എന്നെ തല്ലിയിട്ട് ഇവിടെ ഒരു ഭാഗത്ത് തന്നെ കറുത്തിരുന്നായിരുന്നു. എന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ ബാംഗ്ലൂരിലെ പ്രശ്നമായിട്ട് പിറ്റേ ദിവസം വെഡിങ് ആനിവേഴ്സറിക്ക് വീഡിയോ ചെയ്തേ. കണക്ഷൻ ഊബർ ഓടിക്കാൻ പോയതാ ബാംഗ്ലൂരാ. അത് അവിടെ കുറെ ആൾക്കാരായിട്ട് എന്തോ പരിചയമുണ്ടോ, ബന്ധമുണ്ടോ, ഉള്ളതാണോ അത്? എനിക്കോ? മാനുവിന് ബന്ധം എന്ന് പറഞ്ഞാൽ ഊബറിൽ കയറാൻ പെൺപിള്ളേർക്ക് മെസ്സേജും കാണാൻ വരട്ടെ എന്ന് ചോദിക്കും. അമ്മാതിരി പണികള്. വേറെ അതിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയുമില്ല. ഇനി അവനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. അപ്പൊ എന്തായാലും ഇത്ര നേരം നമ്മളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി.